സുഹൃത്തുക്കളെ, ചട്ടഞ്ചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിവേഗം പണി നടക്കുന്ന ഒരു ഭാഗമാണ് ഈ ചട്ടഞ്ചാൽ ഭാഗം. കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് പാറയുണ്ട്. ആ പാറൻ്റെ ഇനി പൊട്ടിക്കാനുള്ള പ്രവർത്തികളൊക്കെ നടക്കാനുണ്ട്. നമ്മളെ ഈ വളവിലുണ്ടല്ലോ, ചട്ടഞ്ചാൽ ആദ്യത്തെ വളവിൽ ടാറിംഗ് പ്രവർത്തികൾ നടന്നു കഴിഞ്ഞു. കാണാൻ സാധിക്കും. നല്ല പെട്ടെന്നാണ് ഈ ഭാഗത്തിപ്പോൾ പ്രവർത്തികൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർ വേഗം ഈ ഭാഗത്ത് ചെയ്തിട്ട് ഈ വയഡക്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത്. കാരണം ഇനി വയഡക്റ്റിലിപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കാനുണ്ട്, പിന്നെ വാട്ടർ പ്രൂഫ് വർക്ക് നടക്കാനുണ്ട്. അതിന് മുമ്പ് ചിലപ്പോൾ തുറന്നു കൊടുക്കുമെന്ന് അറിയാം. അതിന് ശേഷം ഇപ്പോഴത്തെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള പണിയാണ് ഇപ്പോൾ നടക്കുന്നെന്ന് തോന്നുന്നു. കാരണം അത്രയും സ്പീഡിലാണ് വർക്ക് നടക്കുന്നുള്ളത് ഇവിടെ ഈ ഭാഗത്ത്. ഇപ്പോൾ രണ്ടാമത്തെ വയഡക്റ്റിനുള്ള പൈൽ ക്യാപ്പ് കഴിഞ്ഞ് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ കഴിഞ്ഞ് പിന്നെ പിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ കുറേ വർക്ക് നടക്കുന്നുണ്ട്. താഴെ ഈ തന്നെ നമ്മുടെ പിയറിൻ്റെ വർക്ക് നടക്കുന്നുള്ളത് താഴെ. പിന്നെ ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്യുന്ന അപ്രോച്ച് സ്ലാബിലേക്ക് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത്. തെക്കിലെ ഭാഗത്തും കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വരാം. ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് കൂടി ഒന്ന് നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. താഴെ ഭാഗത്തേക്കുള്ള വഴി വേണ്ട, ഭയങ്കര ഹൈറ്റിലും ഇതായിട്ട്. ഈ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പോൾ അതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യണം. ഇവിടെ റീറ്റൈൻ വാൾ കുറച്ച് ഭാഗം നിർമ്മിക്കാനുണ്ട്. ആ വർക്കൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അതെടുത്ത വർക്ക് നടക്കുന്നുള്ളത്. ഇപ്പം ഈ ഭാഗത്ത് നല്ല പോലെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡ്രെയിനേജിൻ്റെ സിസ്റ്റം വല്ല എന്താണെന്ന് അറിയില്ല കേട്ടോ. ഒരു സൈഡിലേക്ക് വരായിരിക്കും അത്. ഇങ്ങനെ മുകളിൽ നിന്നുള്ള മഴവെള്ളം നല്ല പോലെ താഴേക്ക് അത് ഇറങ്ങി വരും. താഴെ ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് റീറ്റൈൻ വാളിന് വേണ്ടിയിട്ടുള്ള. ചട്ടഞ്ചാൽ അണ്ടർപാസിൻ്റെ വർക്ക് നോക്കാനുണ്ട് ഇനി.
ചട്ടഞ്ചാൽ അണ്ടർപാസിൻ്റെ മണ്ണിട്ട് വരുന്ന വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ GSP മെറ്റൽ കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 3 പാനലോളം മണ്ണിട്ട് ഉയർത്താനുണ്ട്. Return to home. ചട്ടഞ്ചാലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചട്ടഞ്ചാലിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് അതിവേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഭാഗത്തെല്ലാം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തേടെ എൻഡിലൊക്കെ എത്തിക്കുന്നത് ഏടുന്ന് ഇങ്ങോട്ടേക്ക് ആന്ന് ഇനിയിപ്പോൾ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നുള്ളത് കൂടുതൽ. ഇവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം 3 പാനലോളം മണ്ണ് ഉയർത്താൻ ബാക്കിയുണ്ട്. നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ. മൂന്ന് പാനലോളം മണ്ണ് ഉയർത്താൻ ബാക്കിയുണ്ട് ഇവിടെ. പിന്നെ മറുവശത്ത് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ GSP മെറ്റലാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് ഈ ഭാഗത്ത് ഭാഗങ്ങളിലൊക്കെ നല്ല സ്പീഡിൽ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഈ ഭാഗത്ത് ടാറിങ് പ്രവൃത്തികളുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ടാറിങ്ങിൻ്റെ പേവിങ് മെഷീനെല്ലാം ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇത് കാണാം താഴെ ആ പേവിങ് മെഷീൻ അതിൻ്റെ സെറ്റെല്ലാം ഈ ഭാഗത്തേക്കാണ് അവർ കൊണ്ടുവരുന്നുള്ളത്. ഭാഗത്തുള്ള നേരത്തെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞതാണ്. റോഡുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ നല്ല നല്ല ടൂറിസ്റ്റുകളൊക്കെ നമ്മളെ നാട്ടിലേക്ക് എത്തും. ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഒരു ടൂറിസ്റ്റിന് വരണമെന്ന് വിചാരിച്ചോ ബേക്കലംകോട്ടേക്ക്. അപ്പോൾ എത്ര പെട്ടെന്ന് എത്താം അവർക്ക്, പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കാരണം മംഗലാപുരം ഭാഗത്തു നിന്ന് വരുന്ന കുറേ ഫാമിലീസ് നമ്മളെ ബേക്കൽ ബീച്ചിലേക്കെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം റോഡ് നന്നായിട്ടാകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് പോയിട്ട് വരാനുള്ള അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും എപ്പോൾ സാധാരണയായിട്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റിനെല്ലാം പെട്ടെന്ന് നമ്മളൊക്കെ നാട്ടിൽ വന്നിട്ട് സന്ദർശിക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.